കിട്ടിയോ മോനെ? എന്റെ മോനെ കൊന്ന ദുഷ്ടന്മാരെ കിട്ടിയോ? മോനെ എന്നെ ഇപ്പൊ അവനെ കൊന്നുപോയല്ലോ. അവനെ കൊന്നതാ മോനെ. 6 മണിക്കാർ അവനെ കൊന്നതാ. എനിക്ക് നിശ്ചയുണ്ട്. അമ്മയ്ക്ക് നാട്ടിൽ പോകാമോ? ഞങ്ങൾ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാമെന്നാണ്. തിരുമുൽപ്പാട് കേസിനെ സംബന്ധിക്കുന്ന ചില ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വേണം. അത് നിങ്ങൾ തന്നെ പറയണം. അകത്തേക്ക് ഇരിക്കാമോ? ഹാർഡി നായനാർ സാറാണ് ഇനി ഈ കേസ് അന്വേഷിക്കുന്നത്. അറിഞ്ഞു, പത്രത്തിൽ വായിച്ചു. സാറെങ്കിലും ഇത് തെളിയിക്കണം. സാറെങ്കിലും ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ മറ്റാരോ ഇത് തെളിയിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നല്ലേ? കമ്മീഷണർക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് വൈൻഡപ്പ് ചെയ്യാനായിരുന്നു താല്പര്യം. അതാണ് അവരുടെ താല്പര്യം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അവരങ്ങനെ പെരുമാറി. ഓ, തിരുമുൽപ്പാടിന് ജോലി സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ളതായി നിങ്ങൾക്കറിയാം? കോൺട്രാക്ടേഴ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സ്, അങ്ങനെ ആരെങ്കിലുമായിട്ട്? ഇല്ല സർ. ശത്രുക്കൾ ആരെങ്കിലും? അങ്ങനെയൊന്നും ഉള്ളതായി എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്റെ ഭർത്താവ് ഒരു പാവമായിരുന്നു. ഓഹോ, പാവമായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ പാവയായിരുന്നു എന്നർത്ഥം അല്ലേ? അല്ല, ആഴ്ചയിൽ 6 ദിവസവും തിരുമുൽപ്പാട് ഒറ്റയ്ക്ക് പവർ ഹൗസിലെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം അല്ലേ? അതെ. പിന്നെ എപ്പോഴാണ് നിങ്ങൾ പരസ്പരം കണ്ടിരുന്നത്? ശനിയാഴ്ച ഈവനിങ് വരും, തിങ്കളാഴ്ച കാലത്ത് പോകും. ഭാര്യയായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചില്ല? അതോ ഇനി നിങ്ങൾ തമ്മിൽ വല്ല? അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടാ ഞാൻ ഇവിടെ താമസിച്ചിരുന്നത്. അതൊരു കാരണമാക്കി നിങ്ങൾ ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ? അല്ല, സത്യം പറയണം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമായിരുന്നില്ലേ? കുട്ടികളില്ലാത്തതുകൊണ്ട് ഭർത്താവിനോട് നിങ്ങൾക്ക് വെറുപ്പായിരുന്നില്ലേ? ഇല്ല. സംഭവ ദിവസം, അതായത് കൊല്ലപ്പെട്ട ദിവസം തിരുമുൽപ്പാട് കൊണ്ട് ഫോൺ ചെയ്തിരുന്നു? ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. എന്തിന്? വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാത്തപ്പോ ഞാൻ ഡാൻസ് ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ഉച്ചയ്ക്ക് ഇവിടെ പുറപ്പെട്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? രാംദാസ് പറഞ്ഞു. ആരായി രാംദാസ്? അദ്ദേഹത്തിനോട് വക്കീലിന് എഞ്ചിനീയറാ. അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഫാമിലി ഫ്രണ്ട്. വെറും ഫാമിലി ഫ്രണ്ട്? അതിലപ്പുറം ഒന്നുമില്ല? ചോദിച്ചതിന് ഉത്തരം പറയുക. ഇല്ല. ആരാണ് സംഭവം ഇവിടെ ആദ്യം വന്നറിയിച്ചത്? കമ്മീഷണർ. ഭർത്താവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്, പോലീസിനെ. അവരത് തെളിയിക്കില്ല. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കറിയാം. ഭർത്താവിനെ കൊന്നത് പോലീസ് ഒരിക്കലും തെളിയിക്കില്ലെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വാക്ക് തന്നിട്ടുണ്ടോ? അതോ ഇനി നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അനാവശ്യമായ തോന്നലുകളൊന്നും വേണ്ട. ഈ കേസ് തെളിയിക്കും. ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും. അന്നുച്ചയ്ക്ക് 2 മണിക്ക് തന്നെ തിരുമുൽപ്പാട് വീട്ടിലേക്ക് പോയി എന്നുള്ളത് രാംദാസിന് ഉറപ്പാണല്ലോ. എന്നെ മാറ്റി പറയരുത്. ഇല്ല സർ, കോടതിയെ മൊഴി മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരൊന്നും പറയുന്ന കാര്യമാക്കണ്ടാക്കി. ഐ എം ഡാം ഷുവർ സർ. കാരണം 2 മണി ഫെയർ അടിച്ചു കഴിഞ്ഞ് തിരുമുൽപ്പാട് സാർ ഇറങ്ങി. ഇപ്പൊ പുറപ്പെട്ടാൽ ഒരു 5-5:30 മണിയോട് വീട്ടിലെത്താമെന്നും പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലടോ. ഇവർ തന്നെ മൊഴിയെടുക്കാൻ വന്നതാ. അങ്ങോട്ട് മൊഴി കൊടുക്ക് സർ, പ്ലീസ്. രാംദാസ് ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി? 4 വർഷം. ഈ 4 വർഷമായിട്ട് തിരുമുൽപ്പാടിനെ എനിക്കറിയാം. എന്തോ പറയാടോ തനിക്കാളെ പറ്റി? സർ, ഞാൻ ചോദിച്ചത് രാംദാസിനോടാണ്. ഉത്തരവും രാംദാസ് തന്നെ പറയണം. ഐ ഹോപ്പ് യു ഗെറ്റ് മീ. പറയൂ രാംദാസ്. പുള്ളിക്ക് ഒരു പോസ്റ്റ് ലൈഫ്സ്റ്റൈലൊന്നും ഉണ്ടായിരുന്നില്ല. ചീഫ് എഞ്ചിനീയർ ആയിരുന്നിട്ട് കൂടെ ഈ അടുത്തിടയ്ക്കാൻ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിയത്. അതും പുള്ളിക്കാരുടെ വൈഫിന്റെ നിർബന്ധം കൊണ്ടാ. എന്നാൽ അയാളുടെ വൈഫ് എന്നോട് പറഞ്ഞു. വൈഫല്ല, തിരുമുൽപ്പാട് സാർ തന്നെ പറഞ്ഞു. തിരുമുൽപ്പാടിനെ അന്ന് ആരൊക്കെ ഫോൺ ചെയ്തു എന്നാണ് രാംദാസ് പറഞ്ഞത്? ആദ്യം പവറോണിൽ നിന്ന്, പിന്നെ സീമാന്ന് പറഞ്ഞു. ആരും വിളിച്ചു പറഞ്ഞില്ലല്ലോ സാർ? പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞു. ആരായി സീമ? മരിച്ചുപോയ രഘുവിന്റെ ഭാര്യ. എപ്പോഴും വിളിക്കാറുണ്ട്? ഇടയ്ക്കൊക്കെ. ശരി രാംദാസ്, താങ്ക് യു. സാർ, അബൂട്ടി അടുത്തത് ബോർഡ് മെമ്പർ മൂസ. കാണാൻ പറ്റില്ല, അതിന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങ് വൈദ്യുതി പോലെ വന്നേ. അതെ, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ സൗകര്യത്തിന്, അല്ലാതെ അവന്റെ മറ്റ്. ഞങ്ങൾ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് വിജിലൻസ് എഴുതിയ കാര്യമായിട്ട് വന്ന് കണ്ടോളാം സാർ. ചെറിയാനേ, നിങ്ങൾ ആ ഡ്രൈവറെ വിളിച്ച് കാർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോളി. നമ്മളത് വലിയേക്കാം. വന്നിരിക്കുന്നത് വരി. ഇത് ജോർജ് ചെറിയാനായി, ബോഡി ചെയർമാൻ. താനൊന്ന് അപ്പുറത്തോട്ടിരിക്കെ. ഇരിക്കെ. പോലീസുകാരാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല ചപ്പളാച്ചി കോൺസ്റ്റബിൾമാരുമായിരിക്കും. എവിടെ ഇന്നിനെ കുട്ടി? സോറി മിസ്റ്റർ മൂസ, ഞങ്ങൾ പിക്നിക്കിനല്ല, എൻക്വയറിക്ക് വന്ന.
മൂസാക്കാനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ തന്നെ കാണാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ ബുദ്ധിമുട്ടിലായില്ലല്ലേ? പരിചയപ്പെട്ടില്ല. പരിചയപ്പെടാം. ഞാൻ അബൂട്ടി, ഒരു ചപ്പളാക്കി എസ് ഐ. അപ്പൊ നമ്മുടെ സ്വന്തം ആളാ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. പക്ഷേ നമ്മുടെ സ്വന്തം ആളല്ല. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളി. ഞങ്ങൾക്കറിയേണ്ടതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തിരുമുൽപ്പാട് അദ്ദേഹത്തെ തിരുമുൽപ്പാട് അന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ ആരെങ്കിലും ഇവിടെ വരികയോ എന്തെങ്കിലും ഫോൺ കോൾസ് അദ്ദേഹത്തിന് അങ്ങനെ വല്ല ഓർക്കുന്നുണ്ടോ? ആരും വന്നിട്ടില്ല, ഫോണും വന്നിട്ടില്ല. നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ പറയണം. എനിക്കറിയില്ല. ഫോൺ വന്നു എന്നാണല്ലോ ഇവിടെ ആരോ പറഞ്ഞത്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ചിലപ്പോ വന്നു കാണും, ചിലപ്പോഴല്ല, വന്നു. ഇതുപോലൊരു വലിയ പ്രോജക്റ്റിൽ എഞ്ചിനീയർ ആകുമ്പോ ഫോൺ വരും. വന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മിക്കാൻ മൂസാക്കാണ് ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ? അല്ല, ഇവിടെ ആരോ പറഞ്ഞു കേട്ടതാ. നിങ്ങൾ ഒരുപാട് കള്ളം പറയുന്നുണ്ട്. അയ്യോ, കള്ളമല്ല, സത്യം. കറണ്ട് പോയി. ഫോണ പറഞ്ഞാലും കറണ്ട് പോകും. ഇവരെ പോലുള്ളവരാണ് നമുക്കിപ്പോ ഒരു സഹായം. ഇവരിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോ കറണ്ട് വാങ്ങുന്നത്. യൂണിറ്റിന് 2 രൂപ 40 പൈസ വെച്ച്. നമ്മുടെ 2 ജനറേറ്ററുകളും കേടായിട്ട് മാസങ്ങളായി. തിരുമുൽപ്പാടിനല്ലാതെ അതിന്റെ ടെക്നിക്കൽ നോഹവ് വേറെ ആർക്കും ഒട്ട് അറിയത്തില്ലതാനും. ഈ 2 ജനറേറ്റർ ഒരുമിച്ചാണ് കേടായത്? അല്ല, 4 ജനറേറ്ററുകളും ചുറ്റുവീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഒരെണ്ണം കേടായപ്പോ രണ്ടാമത്തേത് ഫുൾ ടൈം ഓടിക്കേണ്ടി വന്നു. അങ്ങനെ അതും കേടായി. 1.5 മാസം കഴിഞ്ഞപ്പോ 3ാമത്തേത് നിന്നു. ബാക്കി ഒരെണ്ണം കൊണ്ട് ഓവർലോഡ് വലിക്കുക, അല്ലെങ്കിൽ കേരള ഇരുട്ടിലാവും. ഇപ്പൊ ഇരുട്ടിലല്ലേ? അങ്ങനെ ചോദിച്ചാ ഇരുട്ടിൽ തന്നെ. എത്ര കാലമായി പവറോണിൽ നിന്ന് നമ്മൾ കറണ്ട് വാങ്ങാൻ തുടങ്ങിയിട്ട്? 3 മാസത്തോളമായി. ഇവിടുത്തെ 4 ജനറേറ്ററുകളുടെയും ചാർജ് തിരുമുൽപ്പാടിനായിരുന്നു. അതെ, മക്കളില്ലാത്ത അയാൾക്ക് സ്വന്തം മക്കളെ പോലായിരുന്നു ജനറേറ്ററുകൾ. ഇപ്പൊ മക്കളും ചത്തു, അച്ഛനെയും കൊണ്ടു. അതെ, ഇല്ലല്ലോ. പറയാം. ഒരു സീമാരഹു മെമ്പറെ ലൈനിൽ കിട്ടുമെന്ന് ചോദിക്കുന്നു. ഇന്ന് രാത്രി വീട്ടിൽ വരുമോന്ന്. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. മെമ്പറുടെയും ബോർഡിന്റെയും സഹായം ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ. എന്താ സംശയം? തിരുമുൽപ്പാടിന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ സഹായം എന്നും നിങ്ങളുടെ പോലീസുകാർക്കുണ്ടായിരിക്കും. ഹെൽപ്പ് ഫസ്റ്റ് ഹെൽപ്പ് യു, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അല്ല, അത് ഞങ്ങൾ പോലീസുകാരുടെ മുദ്രാവാക്യം. സത്യം. കറണ്ട് വന്നു കണ്ടില്ലേ? വരട്ടെ. രാത്രി 9 മണിക്ക് ചെയ്യുവാനല്ല. അവർ നല്ലപോലെ വെള്ളം കുടിപ്പിച്ചല്ലോ. നായിന്റെ മക്കള്. അതിനിടയ്ക്ക് മറ്റവരുടെ ഒരു ഫോണും. ആരാ? CI ഫ്രം ക്രൈം ബ്രാഞ്ച്. സർ, ഇത് CI സേവിയർ സർ. അറിയാം, CI സേവിയറെ അറിയാം, SI അബൂട്ടി അറിയാം, ACP ആദ്യം അറിയാം. എവിടെ ACP? എനിക്ക് തിരുമുൽപ്പാട് കൊലക്കേസ് അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള സമഗ്രമായ റിപ്പോർട്ട് ഒന്ന് വേണം. പിന്നെ നിങ്ങളുടെ യൂണിഫോമിലുള്ള ചില ഫോട്ടോസും. എന്തിനാണെന്ന് മനസ്സിലായില്ല. ക്രൈം ബ്രാഞ്ചിൽ കൊടുക്കാൻ. അതിന് ക്രൈം ബ്രാഞ്ചിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. വേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പബ്ലിഷ് ചെയ്യാമല്ലോ. അതും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഴുവനെയുള്ള ഫുൾ സൈസ് കളർ ഫോട്ടോയോടുകൂടി. ഇങ്ങനെയല്ലേ ഷെയർ ചെയ്യാൻ പറ്റൂ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. താനാരാ? ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? CI ഓഫ് ക്രൈം ബ്രാഞ്ച്. ക്രൈം ബ്രാഞ്ച് ദൈവാരികയുടെ പത്രാധിപർ CI, ഐ മീൻ ചെറിയാൻ ഐസക്. എനിക്ക് എന്താ വേണ്ടത്? കളർ ഫോട്ടോ? തൽക്കാലം ക്രൈം ബ്രാഞ്ച് ചെയ്യാൻ പോ. ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുപരികളുടെ ചരിത്രവും എനിക്കറിയാം. അവരെ കുറിച്ച് വല്ല വേണ്ടാതിനൊക്കെ എഴുതി ഞാൻ ജീവിച്ചോളാം. എനിക്ക് തരുവോ സാർ? അതല്ലടോ, പിന്നെ തനിക്ക് ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുന്ദരികളെ അറിയും? അറിയാം സാർ. എല്ലാവരെയും അറിയാം സാർ. ഒരു സീമാരഹു. അയ്യോ, വളരെ ഫേമസ് അല്ലേ സാർ? പക്ഷെ VIPസുമായിട്ട് മാത്രമേ ഇടപാടുള്ളൂ. എന്താ വേണം സാർ? വേണമല്ലോ. എന്താ അറേഞ്ച് ചെയ്യും? അറേഞ്ച് ചെയ്യാം സാർ. അയ്യോ, ഞാൻ അറേഞ്ച് ചെയ്യാം സാർ. ഓക്കെ. ഓ, താങ്ക് യു സാർ. ഒരു ഭഗവത്തപ്പേ.
ജ്യൂസ് മാത്രം മതിയെന്ന് വെച്ചത്? രാത്രി ഞാൻ ജ്യൂസേ കഴിക്കാറുള്ളൂ. അതാ. ബാങ്ക് മാനേജർ ആള് കൊള്ളാലോ. പിന്നെ ഈ ഫയലൊന്നും എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ബാങ്കിലെ ചില പേപ്പറുകളാ. രാവിലെ എന്നെ മറക്കാതെ ഏൽപ്പിക്കണം. ഞാൻ ഒരു മറവിക്കാരനാ. ഇയാള് എന്റെ ഒരു കൂട്ടുകാരനാ, തിരുമുൽപ്പാട്. പാവം, ചത്തുപോയി. തന്നെക്കുറിച്ച് ആദ്യം ഇയാളാ എന്നോട് പറയുന്നത്. അന്ന് കേറിയ ഒരു പൂതിയാ. തിരുമുൽപ്പാടിന് തന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി 1000 നാവാ. നമുക്ക് വേറെ വലുത് സംസാരിക്കാം. എന്തേ? 1000 നാക്ക് ജന്തു. പെണ്ണെന്ന് കേട്ടാ പിന്നെ പേ പിടിച്ച മാതിരി അയാൾക്ക്. ആണുങ്ങൾ അങ്ങനെ പേ പിടിച്ച് പരക്കം പാഞ്ഞില്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ കഞ്ഞി പിടിച്ച് ജീവിക്കും? അല്ല സീമ, ഈ തിരുമുൽപ്പാട് ആളൊരു പാടായിരുന്നില്ലേ? പാവം. എന്നെ സീമ എന്നതാക്കി നീ ദുഷ്ടനാ. പണത്തിന് വേണ്ടി എന്തും. നമുക്ക് ഈ വിഷയം കളയാം. പണത്തിന് വേണ്ടി എന്തും? പറ കേക്കട്ടെ. ഒന്നില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ സീമക്കുട്ടിയുടെ ഒടുക്കത്തെ റേറ്റും ഇയാളുടെ ശമ്പളവും ഒന്നും അങ്ങോട്ട് സിങ്കാവണില്ല. ഇതിന് മാത്രം വലിച്ചെറിയാൻ ഇയാൾക്ക് എവിടുന്ന് എത്ര പണം? ആരും ഒരേ കാശുണ്ടാക്കാനും ആരും ഒരേ ചെലവാക്കാനും അയാൾക്ക് നന്നായിട്ട് അറിയാം. ഓഹോ. അല്ല, ചോദ്യം കേട്ടിട്ട് നമ്മൾ ബാങ്ക് മാനേജർ തന്നെയാണോ? അല്ല, ഞങ്ങൾ ഈ CA-ക്കാർക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും കണക്കിൽ പൊരുത്തക്കേട് കണ്ടാൽ അന്നേരം ചൊറി. അപ്പോ തിരുമുൽപ്പാട് ഞാൻ കരുതിയതുപോലെ അത്ര പാവമല്ല. വേന്ദ്രനാണല്ലേ? എക്സ്ട്രാ ഇൻകം ഉള്ളവൻ, തന്നിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉള്ളവൻ. ഇങ്ങനെയൊക്കെ നിന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? മനസ്സിലായില്ലേ? തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാ അയാൾക്ക് ഫോൺ ചെയ്തത്? ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കാൻ സീമാ രഘുവിന് എന്റെ മുകളിൽ ഒരുപാട് ആരാധകരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വരുന്നവരെല്ലാം എന്നെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അവരൊന്നും സഹായിച്ചാൽ തീരുന്ന പ്രശ്നവുമല്ലത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് സീമ സത്യം പറഞ്ഞേ. ആര് പറഞ്ഞിട്ടാ നീ അന്ന് തിരുമുൽപ്പാടിനെ വിളിച്ചത്? എന്റെ ഗോവിനോട് പറഞ്ഞിട്ട് അന്ന് ഞാൻ വിളിച്ചത്. തിരുമുൽപ്പാടിന് ഒരു ലഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ലഞ്ചിന് മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? BJP പിള്ള, ബോർഡ് മെമ്പർ മൂസ, പിന്നെ കമ്മീഷണറായ പിള്ള. ഹലോ, ശരിയാണോ? നീ സത്യമാണ് പറയുന്നത്? സാറേ, സീമയുടെ വീട്ടിൽ കയറ്റി വാതിൽ അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം. ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയേക്ക്. എന്നിട്ട് നാളെ അവളെ അവനെയും തുണിയില്ലാതെ കോടതി ഹാജരാക്ക്. ബാക്കി ഞാൻ ഏറ്റു. അതാ പോണ്ടേ. ശരി സാർ. റെയ്ഡ് ചെയ്യുമ്പോ സാക്ഷി വേണം. താൻ ആ മായാപ്പിള്ളയെ കൂടെ വിളിച്ചു പറ. അവന്റെ തലൂർ അവൾ നേരിട്ട് കാണട്ടെ. പെട്ടെന്ന് വേണം കാര്യങ്ങള്. മുസേ, നമ്മുടെ പിള്ളേരെയും കൂടെ കൂട്ട്. എങ്കിലേ റെയ്ഡിനൊരു സുഖം വരൂ. തിരുമുൽപ്പാട് ലഞ്ച് കഴിഞ്ഞ് എപ്പോ പോയി? ഞാനിവിടെ വരെ നിന്നു. പിന്നെ ഇറങ്ങി പോകുന്നത് കണ്ടു. കണ്ണൻ മേനോട് തന്നെയാണോ ഈ പവർ ഓൺ? എനിക്കറിയില്ല സാർ. മകൻ ഉടനെ താമസിക്കാറുണ്ട്. അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. തിരുമുൽപ്പാടിനെ കൊന്നതാരാണ്? കണ്ണൻ മേനോനോ ഗോപിനാഥനോ? എനിക്കൊന്നും അറിയില്ല. അറിയാണ്ടൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പട ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ ഒരു യോഗം. വരട്ടെ. എന്താണോ രാത്രി തനിക്കെന്താ ഇവിടെ കാര്യം? എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് വാറന്റ് ഉണ്ടോ തന്റെ? ഉണ്ടല്ലോ. ജില്ലാ മജിസ്ട്രേറ്റിന്റെ പവർ കൂടിയുള്ള ജില്ലാ കളക്ടറുടെ കയ്യൊപ്പോട് കൂടിയ വാറന്റ്. അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കണം സാർ. അബൂട്ടി, സെർച്ച്. നിക്കേ, മാറിയിടോ. നീ വഴി തെറ്റിയാണോ ഇങ്ങോട്ട് വന്നൊന്നും ആലോചിച്ചിട്ട് മതി ഈ സെറ്റൊക്കെ. എനിക്ക് വഴിയും തെറ്റിയിട്ടില്ല, ആളും തെറ്റിയിട്ടില്ല. നിന്നെയാണ് എനിക്ക് വേണ്ടത്. താൻ ആരാണ് നെഞ്ചിലെ കൈ വെച്ചിരിക്കുന്നത് അറിയാം? ഒരുമാതിരി തിരുനാളോടെ കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് വരണം. നടക്കണ ഞാൻ ജയിച്ചു.
ജയിച്ചടോ. ഒടുക്കം താൻ തന്റെ കസേരച്ചോട്ടിൽ എന്നെ വരുത്തി. എന്റെ മകനോടെ അങ്ങ് നിൽക്കരുത് എന്റെ മുമ്പിൽ. ഇരിക്കൂ, അത് എന്റെ ഗുരുവാണ്. കുരുവാണ് പോലും കുരു. 62 KSWന്റെ സമ്മേളന പന്തലിൽ പ്രസംഗിക്കാമെന്ന എന്നെ താൻ കൂടി പിടിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല അഗസ്റ്റിനെ, താൻ എന്റെ അന്തകനാണെന്ന്. അല്ലായിരുന്നെങ്കിൽ അന്ന് വെട്ടിമുടിച്ചാണ് ഏതെങ്കിലും ചേർത്തല ചന്തക്കിന്റെ ചോട്ടിൽ. എവിടെ എന്റെ ഗോപി? ഈ മുറിയിലില്ല. ഈ മുറിയിൽ അവനെ ഒരിക്കലും ഇരുത്തില്ലെന്ന് താൻ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പുണ്യാളച്ചൻ അവന്റെ മകനവിടെ? അങ്ങ് എപ്പോഴും മകനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു. ഞങ്ങളും കണ്ണമ്മേനന്റെ മക്കളല്ലേ. മകനെ, ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് പഞ്ചസാര ചാക്കുകൾ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ഗോസായിമാരെ ചുറ്റുപിരുത്തി കട്ടൻ ചായ കുടിപ്പിച്ച് പലതും സങ്കല്പിച്ചപ്പോഴല്ലേ മകൻ ഈ കസേര ഈ അച്ഛൻ വിട്ടു തന്നത്? അതിന്റെ പേരെ എന്നോട് തന്നെ കാണിക്കരുത്. ഗോപിനാഥനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. തനിക്കെതിരെ ഒരു ചോദ്യവും ചോദിക്കാതെ തന്നെ ഞാനിവിടെ ഇരുത്തിയത് എന്റെ മകനെ ചോദ്യം ചെയ്യിക്കാനല്ല. ഇത് കേട്ടോ, കേരള പോലീസിനെ ഈ വിരൽ തുമ്പിൽ നിർത്തി തുള്ളിച്ചിട്ടുള്ളവനാ ഞാൻ. വിളിക്കണോ അബേടി ഉറപ്പുകാരന്റെ പോലെ? MD കസ്റ്റഡിയിൽ റിലീസ് ചെയ്യണം, എത്രയും പെട്ടെന്ന്. മനസ്സിലായോ? ആർഡി, തന്നെ ഞാൻ വിളിപ്പിച്ചത് അറിയാം സർ. ഞാൻ കസ്റ്റഡിയിലെടുത്ത K. കണ്ണൻ മേനോൻ മകൻ K. ഗോപിനാഥ മേനോൻ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെ വെറുതെ വിടണമെന്ന് പറയാൻ. വിട്ടു സർ. അവന്റെ പൂമേനിയിൽ ഒരു പോറല് പോലും ഏൽക്കാതെ. ഇനഫ് സർ. ലീഡർ കണ്ണൻ മേനോൻ, നിങ്ങളുടെ മുന്നിൽ നട്ടല് വളയ്ക്കേണ്ട ഗതി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കൽപ്പന അനുസരിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. അത് നിങ്ങളുടെ മുന്നിലുള്ള എന്റെ അടിയറവായി ഒരിക്കലും കരുതണ്ട. തുള്ളാതെ നിലത്ത് നിൽക്കണാലക്ക. കാലം കുറെ ആയി കണ്ണമ്മേനോ ഈ വടിക്കൽ തുടങ്ങിയിട്ട്. നീ ഏതടവർക്ക് വെട്ടിയാലും അതിന് മറുപടി കണ്ണമ്മേനോന്റെ കയ്യിലുണ്ട്. വെട്ടാൻ കൈ വേണം സാർ. ആ കൈ ഞാൻ വെട്ടും. ഇപ്പൊ പറഞ്ഞില്ലേ വടിക്കലിന്റെ കാര്യം, അതിന് പോലും കൈ ഉണ്ടാവില്ല. ഇങ്ങനെ രോഷം കൊള്ളരുത്. ഞാൻ പുണ്യാളനാകണ്ട. തന്നെ ഞാൻ